എക്സാമിന് വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും ചോദ്യം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. നീളം, വീതി, ഉയരം ഇവരെ ഗുണിച്ചാൽ മതി. പക്ഷെ നേരെ മറിച്ച് വേറെ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ്? വോളിയം തരും, നമുക്ക് വ്യാപ്തം തരും, എന്നിട്ട് ഹൈറ്റോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ വോളിയം തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ നോക്കുക, വോളിയം തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്ററിലാണ്. ഒരാൾ ലിറ്റർ ആണെങ്കിൽ ഒരാൾ സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? 30 ലിറ്ററിനെ എങ്ങനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റും? ഒന്നും ചിന്തിക്കേണ്ട, വളരെ എളുപ്പമാണ്. ഇൻറ്റു 1000 ചെയ്താൽ മതി. ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ ഒരു പ്രശ്നവുമില്ല. ഇൻറ്റു 1000 ചെയ്യുക. അപ്പൊ എന്ത് വരും? 30 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 30,000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വോളിയം കിട്ടി. ഇനി നീളം അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നതാണ് 30,000 വോളിയമാണ്. അപ്പൊ നീളവും വീതിയും നമുക്ക് തന്നിട്ടുണ്ട്. 40 ഇൻറ്റു 50 ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു 30,000. ഇനി ഇവിടെ നമ്മൾ എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കും? 30,000 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 50. റെഡി? ഇവിടെ എന്ത് ചെയ്യുക? 0 ക്യാൻസൽ ചെയ്യുക, ഈ 0യും ക്യാൻസൽ ചെയ്യുക. അപ്പൊ 300 ബൈ 300 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? 5 ഇവിടെ ക്യാൻസൽ ചെയ്യുക. 6 ടൈംസ് 60. 4 പോയാൽ എത്ര വരും? 15. 60 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഓക്കെ, 15 സെന്റിമീറ്റർ. ഉത്തരവായി. അപ്പൊ എന്താ ഇവിടെ ചെയ്തത്? ആദ്യം നമുക്ക് ലിറ്ററിൽ തന്നു, ആ ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റി, അതിനെ നമ്മൾ എന്ത് ചെയ്തു? 40 ഇൻറ്റു 50 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ ആയി.